വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടുള്ള ടോംസ് TVS ഷോറൂമിലാണ്. ഒരു ബൈക്ക് വാങ്ങാൻ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഏതാണ് ബൈക്ക് എന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്? അതെ, നമുക്കിപ്പോ കാണാം ഏതാണ് ബൈക്ക് ഞാൻ വാങ്ങുന്നത്. TVS ഷോറൂമിൽ കുറെ നല്ല ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് നല്ല ഫിനിഷിങ്ങിലായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം അദ്ദേഹം എനിക്ക് ഒരു ഹെൽമെറ്റ് തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു ഹെൽമെറ്റ് ഉള്ളോ, രണ്ടെണ്ണല്ലേ എന്ന് വെച്ചാൽ ഇപ്പോ 2 ഹെൽമെറ്റ് വേണമല്ലോ, ബാക്കിൽ ഇരിക്കുന്നവർക്കും ഹെൽമെറ്റ് വേണമല്ലോ. അപ്പൊ ഒരു ഹെൽമെറ്റ് ഒരു വണ്ടിക്ക് എന്നാണ് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ വണ്ടിയൊക്കെ അവിടെ മൂടി പൊതിച്ച് വെച്ചേക്കാണ്. ഇങ്ങനെ കണ്ടിട്ട് വണ്ടി ഏതാന്ന് മനസ്സിലായില്ല? ഓക്കെ, ഇപ്പൊ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ പപ്പയും മമ്മിയും ഷോറൂമിന്റെ ഉള്ളിൽ നിന്ന് വണ്ടി മേടിക്കാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഞാൻ ആ സർപ്രൈസ് പൊട്ടിക്കുകയാണ്. ഞങ്ങൾ വാങ്ങുന്ന വണ്ടി TVS iQube ഇലക്ട്രിക്കൽ ആണ്. ഈ ഇലക്ട്രിക് വണ്ടി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിന്റെ ബൈക്ക് മാത്രമായിരുന്നു. ബുള്ളറ്റും കാറായാലും ഒക്കെ പെട്രോൾ മാത്രമായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ പെട്രോളിന്റെ വില കൂടുതലായതും പിന്നെ നമുക്ക് ഭാവിയിലെ ഇലക്ട്രിക് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഞങ്ങൾ ഇലക്ട്രിക്കിന്റെ വെഹിക്കിളിലേക്ക് മാറുന്നത്. ഞങ്ങൾ മേടിച്ച വണ്ടിയുടെ ഒറ്റ ചാർജറില് 115 കിലോമീറ്റർ ആണ് അതിന് മൈലേജ് കിട്ടാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതില് 75 കിലോമീറ്റർ വരെ കിട്ടുന്നതുണ്ട്, അതുപോലെ 150 മേലെ കിട്ടുന്നതുണ്ട്. അപ്പൊ ഞങ്ങള് പൈസ കുറവിൽ നോക്കിയിട്ട് ഇതാണ് മേടിച്ചത്. ഞാൻ ഈ വണ്ടി എടുക്കാൻ കാരണം എന്ന് വെച്ചാല് ഇത് സാധാ നമ്മുടെ ഒരു ആക്റ്റീവ് പോലെ തന്നെ എടുക്കുന്ന ഒരു കംഫർട്ടുള്ള കാരണം കൊണ്ടാണ് ഇത് തന്നെ മേടിച്ചത്. ഇതിന്റെ ഫുൾ ചാർജ് വരുന്നത് 5 മണിക്കൂറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ഫുൾ ചാർജ് ആക്കാൻ നിൽക്കണ്ട, ഒരു 100-80% വരെ ആക്കിയാൽ മതി, അതുപോലെ 20% താഴേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി, പപ്പയാണ് വണ്ടി ഓടിച്ചത്, ഞങ്ങൾ കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പപ്പ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുന്നു. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാല് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വലിയൊരു മഴ കിട്ടി പപ്പയ്ക്ക്. വണ്ടിയുടെ റേറ്റ് പറയാൻ മറന്നു. ഈ വണ്ടിക്ക് ഞങ്ങൾക്ക് ആയത് 1,38,000 രൂപയും പിന്നെ 8,000 രൂപ എക്സ്റ്റൻഡ് വാറണ്ടിക്കുമാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.